ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇഡിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 12 പേർക്കെതിരെ ഇഡി നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത കേട്ട അന്ന് മുതൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ കട്ടിലിനടിയിൽ ഓടിക്കയറി ഒളിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. അഥവാ അത്തരത്തിൽ ഒരു കിംവദന്തിയാണ് കേൾക്കുന്നത്. ഒന്നുകിൽ AKG സെന്ററിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ. ഇങ്ങനെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ദിനചര്യ ഇപ്പോൾ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വെട്ടിലായിരിക്കുന്നു. കാരണം ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാരാണ്, SIT സംഘമാണ് അന്വേഷിക്കുന്നതെങ്കിലും കാര്യമായി ഇടപെടലുകൾ നടത്താൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല, ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണമുള്ളതിനാൽ. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള CPM-ന്റെ സമ്മന്നരായ നേതാക്കളിലേക്ക് SIT-യുടെ അറസ്റ്റ് കടന്നു ചെല്ലാതിരിക്കുവാൻ വേണ്ടി അത്തരം അറസ്റ്റുകൾ വൈകിപ്പിക്കുവാൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് സാധിച്ചേക്കാം. അതിനപ്പുറം സാധിക്കില്ല. അനിവാര്യമായ അറസ്റ്റുകൾ ഒഴിവാക്കാൻ മുഖ്യമന്ത്രിക്ക് പോലും സാധിക്കില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ AKG സെന്ററിനകത്തും അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിനകത്തും ഓടി ഒളിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അഥവാ അത്തരത്തിലുള്ള കിംവദന്തികൾ തന്നെയാണ് പുറത്ത് പരക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി SIT രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്ന കേസിൽ ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ആ പ്രതികളെല്ലാവരും തന്നെ സ്വാഭാവികമായ ജാമ്യം തേടി പുറത്തിറങ്ങും എന്നുള്ളൊരു സാഹചര്യം സംജാതമായിരിക്കുന്നു. ഈ അവസരത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി കള്ള പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ED ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത്. ആദ്യമെല്ലാം സംസ്ഥാന സർക്കാർ EDയുടെ അന്വേഷണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എതിർത്തിട്ടുണ്ടായിരുന്നു എങ്കിലും കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ED ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുവാൻ എത്തുകയായിരുന്നു. പിന്നീട് കോടതിയുടെ തന്നെ ഇടപെടലിനെ തുടർന്നാണ് SIT ശേഖരിച്ച പ്രതികളുടെ മൊഴികളെല്ലാം EDക്ക് കൈമാറേണ്ടതായി വന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടിട്ട് പോലും കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് തടയാൻ സാധിക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 2018-19 കാലഘട്ടത്തിൽ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കൊള്ള, അതായത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയും വാതിലുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയ ഒരു കേസ്, മറ്റൊരു കേസ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി, ചെമ്പ് പതിഞ്ഞ സ്വർണ്ണപ്പാളി സ്വർണ്ണം മുക്കുന്നതിന് വേണ്ടി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു കേസ്. ഇങ്ങനെ 2 കേസുകളാണ് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 2 കേസുകളിലും ശബരിമലയിലെ കീഴ്ശാന്തിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഒന്നാം പ്രതി. പിന്നീട് ശബരിമലയിലെ ദേവസ്വം ബോർഡ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 11ഓളം പേരെയാണ് കേസിൽ പ്രതി ചേർത്ത് SIT അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവരെല്ലാവരും റിമാൻഡിൽ കഴിയുന്നത്. ഇതിൽ 2-3 പേർ ജാമ്യത്തിൽ പോവുകയുണ്ടായി. ഇന്ന് S. ശ്രീകുമാർ ജാമ്യത്തിൽ പോയതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 3 പേർക്കാണ് ജാമ്യം കിട്ടിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2 കേസുകൾ ഉള്ളതിനാൽ ഒരു കേസിൽ മാത്രം സ്വാഭാവികമായ ജാമ്യം കിട്ടി, മറ്റൊരു കേസിൽ ജാമ്യമില്ലാത്തതിന്റെ പേരിൽ അകത്ത് കഴിയുന്നു. എന്നാൽ മുരാരി ബാബു എന്ന മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു കേസിൽ മാത്രം പ്രതിയായി ആയതിനാൽ അദ്ദേഹത്തിനെതിരെയുള്ള SIT-യുടെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. ഇപ്പോൾ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ശ്രീകുമാർ കൂടി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. എന്നാൽ ശ്രീകുമാറിന് സ്വാഭാവികമായ ജാമ്യമല്ല കിട്ടിയത്. ശ്രീകുമാർ കുറ്റക്കാരനല്ല എന്ന് ശ്രീകുമാറിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും കോടതിക്ക്, കൊല്ലം വിജിലൻസ് കോടതിക്ക് ആ വാദം ബോധ്യമായതിന്റെ പേരിൽ ഇപ്പോൾ ശ്രീകുമാറിനും കടുത്ത ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് അംഗമായ KP ശങ്കർദാസിനെ വീണ്ടും 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. KP ശങ്കർദാസ് വീൽ ചെയറിലാണ് കോടതിയിൽ ഹാജരായത്. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധ്യതയില്ല, കഴിവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും കോടതി 14 ദിവസത്തേക്ക് കൂടി KP ശങ്കർദാസിനെ റിമാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തരുണത്തിൽ കോടതിയും EDയും SIT-യും കർശനമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ AKG സെന്ററിലും ക്ലിഫ് ഹൗസിലും മാറി മാറി ഓടിക്കയറി നടക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചാലും ഇനി കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. ED കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട എല്ലാ ബാങ്ക് ഇടപാടുകളും ശേഖരിച്ചിരിക്കുന്നു. കടകംപള്ളിയുടെ ബന്ധുക്കളുടെയും കടകംപള്ളിയുടെ ബിനാമികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചില ആളുകളുടെയും എല്ലാം ബാങ്ക് ഇടപാടുകൾ അടക്കമുള്ള രേഖകൾ ED കൈക്കലാക്കിയിരിക്കുന്നു. മാത്രമല്ല ശബരിമല ദേവസ്വം ഓഫീസേഴ്സുമായി ചില ഇടപാടുകൾ കടകംപള്ളി നടത്തിയിരിക്കുന്നു. ഇവരുടെ രേഖകളും ED കയ്യിലാക്കിയിരിക്കുന്നു. അതേ തുടർന്ന് തന്നെയാണ് 12 പേരെ അതീവ രഹസ്യമായി ED റഡാറിൽ കുടുക്കിയിരിക്കുന്നത്. ED ഇവരെ ചോദ്യം ചെയ്യും. കടകംപള്ളി സുരേന്ദ്രനെ ED ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയാൽ അത് അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ളത് കൃത്യമായി കടകംപള്ളിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഏത് വിധേനയും അറസ്റ്റ് തടയുക എന്നുള്ള രീതിയിൽ തന്നെയാണ് കടകംപള്ളി പിണറായി വിജയനെ ശരണം പ്രാപിച്ചിരിക്കുന്നത് എന്നറിയാൻ കഴിയുന്നത്. എന്നാൽ പിണറായി വിജയനെ ഇക്കാര്യത്തിൽ കൂടുതലായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് SIT കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ചില നീക്കുപോക്കുകൾ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് പൊതുജന സംസാരം. അതെന്ത് തന്നെയായാലും EDയുടെ വലയത്തിൽ നിന്നും ഒരു കാരണവശാലും കടകംപള്ളിയെ രക്ഷിക്കാൻ പിണറായി വിജയനും സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2018-19 കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ശബരിമലയിലെ ചില നിർണായകമായ തീരുമാനങ്ങളുമായി ബന്ധമുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ED ഇപ്പോൾ ചില കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ED കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി നടത്തിയ വ്യാപകമായ റെയ്ഡിൽ ഒരേ ദിവസം ഒരേ സമയത്ത് നടത്തിയ റെയ്ഡിൽ ഏതാണ്ട് 21 സ്ഥലത്തായി നടത്തിയ റെയ്ഡിൽ നിർണായകമായ ചില രേഖകൾ കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കമുള്ള വീടുകളിൽ, മുരാരി ബാബുവിന്റെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ, പത്മകുമാറിന്റെ,
അതുപോലെ തന്നെ എൻ വാസുവിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് എന്നിവിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി രേഖകൾ ഇഡിക്ക് കിട്ടിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയിലേക്ക് എത്തുന്ന ചില രേഖകൾ കൂടി കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇഡിക്ക് കൃത്യമായ വിവരങ്ങൾ കടകംപള്ളിയെ കുറിച്ച് കിട്ടിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്താവുന്ന നിർണായക വിവരങ്ങൾ കടകംപള്ളിയുമായി ബന്ധിപ്പിക്കാവുന്ന ചില വിവരങ്ങൾ ഇഡിക്ക് കിട്ടിയിരിക്കുന്നു. അതിന്റെ പേരിൽ തന്നെയാണ് നോട്ടീസ് അയക്കുന്നവരുടെ കൂട്ടത്തിൽ 12 പേരുടെ ലിസ്റ്റിൽ കടകംപള്ളിയുടെ പേര് കൂടി കടന്നുകൂടിയത്. എന്തായാലും കടകംപള്ളിയെ ഇഡി വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും അതിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ CPM-ന്റെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അറസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും ചില്ലറ നഷ്ടമല്ല ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവും പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ SIT-യെ കൊണ്ട് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യിക്കണോ അത് ഇഡിക്ക് ഇട്ട് കൊടുക്കണോ എന്നുള്ള ഒരു കാര്യമാണ് പിണറായി വിജയനും CPM ആലോചിക്കുന്നത്. എന്തായാലും രണ്ടിലൊന്നും സംഭവിച്ചിരിക്കും. ഒന്നുകിൽ SIT കടകംപള്ളി അറസ്റ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ED അറസ്റ്റ് ചെയ്തിരിക്കും എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇനിയും ഈ വിഷയത്തിൽ എന്താണ് സംഭവിക്കുക? കടകംപള്ളി സുരേന്ദ്രനെ ക്ലിഫ് ഹൗസിൽ പിണറായി വിജയന് പൊതിഞ്ഞു പിടിക്കാൻ സാധിക്കുമോ? AKG സെന്ററിൽ സംരക്ഷിക്കാൻ സാധിക്കുമോ? അതോ കടകംപള്ളിയെ ED പൊക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം. കാത്തിരിക്കും.